പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി. ആ വാർത്തയിലേക്കാണ് ഇനി. സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി. കേരളം മാറി മാറി ഭരിക്കുന്നത് അഴിമതി സർക്കാരുകളാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നുവെന്നും വിമർശനം. LDFിന്റേത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. OBC ബില്ലിനെയും മുത്തലാഖിനെയും അവർ എതിർക്കുന്നു. വിശ്വാസങ്ങളെ തകർക്കാനാണ് UDF LDFും ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലും ഇത്തവണ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശരണം വിളിച്ചും മലയാളത്തിൽ അഭിസംബോധന ചെയ്തുമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. अब केरला के लोग भी कह रहे हैं अब की बार 400 पार, अब की बार ഇത്തവണ 400-ലധികം, ഇത്തവണ ഹാഷ്മി താജ് ഇബ്രാഹിം വിശദാംശങ്ങളുമായി. ഹാഷ്മി, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മലയാളത്തിൽ പലതവണ മോദി പ്രസംഗത്തിനിടെ മലയാളം പലതവണ ആവർത്തിക്കുന്നത് കണ്ടു. തുടക്കത്തിൽ, പിന്നീട് ഇടയ്ക്ക് 400 എന്നുള്ളത് 3 തവണയോ മറ്റോ അവിടെ ഇരുന്ന പ്രവർത്തകരെ കൊണ്ട് വിളിപ്പിക്കുന്ന തരത്തിലേക്ക് പറയുന്നു. പിന്നീട് LDFിനും UDFിനും രൂക്ഷമായ വിമർശനം. ആവർത്തന വിരസത ഒഴിവാക്കണം, വികസനം വരണം കേരളത്തിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് വലിയ ആവേശമായി മാറിയത്? അനുജ, ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ നിയമസഭയിലേക്കുള്ള പ്രചാരണാർത്ഥം വന്നപ്പോഴും അന്നും ശരണം വിളിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട അഭിസംബോധന ചെയ്ത്. പത്തനംതിട്ട മലയാളം പറഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ഫോർമാറ്റിൽ പത്തനംതിട്ടയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകണം. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള അവസാന മണിക്കൂറുകളാണ് എന്ന് കൃത്യമായി പറയാം. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഒരു നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകും, ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും. റബ്ബർ വിലയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ പ്രഖ്യാപനം ഉണ്ടാകും. റബ്ബർ വില 5 രൂപ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് തൊട്ട് തീരുമാനം ഉണ്ടായിരുന്നു, പ്രഖ്യാപനം വന്നിരുന്നു. എങ്കിൽ കൂടിയും ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടു. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. രാഷ്ട്രീയമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 4 മാസത്തിനിടെ 3 തവണ വന്നതിൽ 2 തവണയും രാഷ്ട്രീയമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഏതാണ്ട് അതേ കാര്യങ്ങളൊക്കെ തന്നെ LDFിനെതിരെ UDFിനെതിരെ പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിൽ നിന്ന് ഭിന്നമായി പറഞ്ഞത് പൂക്കോട്ട് ക്യാമ്പസിലെ മരണത്തെക്കുറിച്ച് പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പൂഞ്ഞാറിലെ ആ സംഭവത്തെക്കുറിച്ച് പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ആവർത്തിച്ച കാര്യങ്ങൾക്കപ്പുറം കാര്യമായി എന്തെങ്കിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് ചർച്ചകൾക്ക് വഴിമരുന്നിടാവുന്ന എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം എടുത്തിടൽ എന്നൊരു സംഗതി ഇന്നത്തെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉണ്ടായില്ലെന്ന് ഉറപ്പായും പറയാൻ കഴിയും. അത് പറയാൻ കാരണം BJPയുടെ ഇക്കുറി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്താണ്, അവരുടെ മാനിഫെസ്റ്റോ എന്തായിരിക്കും, അവരുടെ അജണ്ട എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂചന നൽകുന്ന എന്തെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് കരുതിയിരുന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെ പ്രസംഗം പൂർത്തിയാക്കിയിട്ട് പോയി. ആളുകളൊക്കെ അതത് ജില്ലകളിലേക്ക് മടങ്ങുകയും ചെയ്തു. അനുജ, ഇത് പത്തനംതിട്ടയോ ഇത് കേവലം കേരളമോ അല്ല, ഇത് മിഷൻ തെക്ക്, മിഷൻ സൗത്തിന്റെ എന്ന BJPയുടെ ഗ്രാൻഡ് നറേറ്റീവ് വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇവിടെ നേരെ കൊച്ചിക്ക് പോയി തെലങ്കാനയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ അത്തരം റോഡ് ഷോകളിലൂടെ വരും ദിവസങ്ങളിലൊക്കെ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉറപ്പ് പറയുകയാണ്, ഇക്കുറി ഇസ് ബാർ 400 പാർ എന്ന് ഉറപ്പ് പറയുകയാണ്. ഇക്കുറി 400 സീറ്റിലധികം നേടുമെന്ന് ഉറപ്പ് പറയുകയാണ്. അങ്ങനെ 400 സീറ്റിലധികം നേടണമെങ്കിൽ നിലവിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സാച്ചുറേഷൻ പോയിന്റിൽ നിൽക്കുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാവട്ടെ, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിലൊക്കെ ഏതാണ്ട് 100% BJP സീറ്റുകൾ, ലോക്സഭാ സീറ്റുകൾ നേടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അവിടുന്ന് കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ നിലനിർത്തുകയും വേണം. ഈ പറയുന്ന തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 127 സീറ്റുകളിൽ കുറഞ്ഞത് 80 സീറ്റെങ്കിലും കരസ്ഥമാക്കിയാൽ മാത്രമേ ഈ പറയുന്ന 400-ലേക്കൊക്കെ എത്താൻ, അല്ലെങ്കിൽ 370+ എന്ന BJP സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി എന്തായാലും BJP കഠിനമായി പരിശ്രമിക്കുന്നു. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വവും നൽകുന്നു. അനുജ, അതേപോലെ ഈ പത്തനംതിട്ടയെക്കുറിച്ച് നമ്മൾ അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്ന തരത്തിൽ കൂടി ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ ശബരിമല സ്ഥിതി ചെയ്യുന്നിടത്ത് വന്ന് ശരണം വിളിക്കുന്നു. കഴിഞ്ഞ തവണയും ഹാഷ്മി പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതാണ്. ഒപ്പം റബ്ബർ കർഷകരുടെ കാര്യം പറയുന്നു. അതിൽ കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. കുറച്ച് മുൻപ് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിലാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മറ്റൊന്ന്, വൈദികരെ ആക്രമിച്ച വിഷയം ഈരാറ്റുപേട്ടയിൽ, അത് അദ്ദേഹം പറയുന്നുണ്ട്. ഈസ്റ്റർ ആശംസ നേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ എന്താണ് കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ വഴി നൽകിയിട്ടുള്ളത്, അതുപോലെ LPG കണക്ഷൻ നൽകി, അതിന്റെ കണക്കുകൾ പറയുന്നു. അങ്ങനെ പത്തനംതിട്ടയെ കൂടി ഒരു ചെറിയ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടിയുള്ള സംസാരമാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഹാഷ്മി,
ഉറപ്പായും ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കം ബി ജെ പി ഇന്നലെ തുടങ്ങിയതല്ല, അത് കഴിഞ്ഞ ക്രിസ്മസ് തുടങ്ങിയല്ല. അതിന് മുമ്പ് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഏത് വിധേന അടുപ്പിക്കുക എന്ന തരത്തിൽ പോയി കാണുക, കേക്കുമായി പോയി കാണുക, പ്രധാനമന്ത്രി വൈദികരുമായി സന്ദർശിക്കുക, പ്രധാനമന്ത്രി തന്നെ പള്ളിയിലേക്ക് പോവുക തുടങ്ങിയ നീക്കങ്ങൾ നമ്മൾ നേരത്തെ കാണുന്നതാണ്. അതിന്റെ തുടർച്ചയിൽ വേണം പ്രധാനമന്ത്രിയോട് അതിനെ കാണാൻ. അത് മാത്രമല്ല, പത്തനംതിട്ട എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രചരണം കിക്സ്റ്റാർട്ട് ചെയ്യാൻ തുടക്കമിട്ടു എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഇപ്പൊ അനിൽ ആന്റണി ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ചിലർക്കെങ്കിലും മുറുമുറുപ്പ് ഉണ്ടാകണം. ആ മുറുമുറുപ്പ് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശം എന്തായാലും ഉണ്ട്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം, അത് സഭ അനിൽ ആന്റണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നു എന്ന ഒരു പെർസെപ്ഷൻ വരുത്തുക എന്ന ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായും അതങ്ങനെ തന്നെയാണല്ലോ. ഓരോ മണ്ഡലത്തിൽ വരുമ്പോഴും ആ മണ്ഡലം ഡെസിഗ്നേറ്റഡ് ആയി തന്നെ ചില കാര്യങ്ങൾ പറയും. എന്തായാലും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്ന നരേന്ദ്രമോദി ശരണം വിളിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ സാഹചര്യം അന്ന് ഇത് പ്രതിഷേധത്തിന്റെ അഗ്നിത്തിരയിൽ നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണെന്ന്. അന്ന് കേരളത്തിലെ തന്നെ സ്റ്റാർ പദവിയുള്ള ലോക്സഭാ മണ്ഡലമാണ്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. അതിന് കാരണം അറിയാം, ശബരിമലയാണ് കാരണം. ശബരിമലയിലെ പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ നിയമം നടപ്പാക്കാൻ നടത്തിയ നീക്കങ്ങൾ, അതിനെ തുടർന്ന് പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ശബരിമല ഉള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായി അതിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ആ പശ്ചാത്തലത്തിൽ കൂടിയും ഇവിടെ ബി ജെ പി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. അതിനുശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരണം വിളിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു, അനിൽ ആന്റണിക്ക് വോട്ട് തേടുന്നു. അന്ന് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് സുവർണാവസരം എന്നൊക്കെ അന്ന് ബി ജെ പി നേതാവ് വിശേഷിപ്പിച്ച ആ അവസരത്തിലും 3 ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് കെ സുരേന്ദ്രൻ നേടിയത്. അത്രത്തോളം വോട്ടുകൾ അനിൽ ആന്റണി നേടുമോ എന്നുള്ളത് ഈ മണ്ഡലത്തിലെ വലിയ ആകാംക്ഷയാണ് അനുജ. അതെ, ഈ വേദിയിൽ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു. അതായത് എ കെ ആന്റണിയുടെ പുത്രന് വോട്ട് ചോദിക്കാനായി കെ കരുണാകരന്റെ മകൾ കൂടി എത്തിയിരിക്കുന്നു. പക്ഷേ അത് ബി ജെ പി വേദിയിലാണ് എന്ന കൗതുകകരമായ കാഴ്ചയ്ക്കും ഇന്ന് പത്തനംതിട്ട സാക്ഷ്യം വഹിച്ചു. കൂടാതെ മറ്റ് 3 ഇടങ്ങളിലെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥികളും ഈ വേദിയിൽ ഉണ്ടായിരുന്നു.